ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രൂത്തിന്റെ പുസ്തകം അവസാനത്തെ അധ്യായമായ 4-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു നവോമിയുടെ നിർദ്ദേശപ്രകാരം രൂത്ത് ബോവസിനെ സമീപിക്കുന്നതും അവകാശം നിലനിർത്തുവാനുള്ള ഒരു യാചന അവിടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബോവസ് അവളെ പറഞ്ഞു വിട്ടു. കാരണം എന്നേക്കാൾ അടുത്തൊരു ചർച്ചക്കാരൻ നവോമിക്കുണ്ട്. അവർ നിങ്ങളുടെ വസ്തുക്കൾ വീണ്ടെടുക്കുകയും നിന്നെ ദേവധർമ്മം ഒക്കെയും ഇത് നടത്തുകയും ചെയ്യുമെങ്കിൽ ഞാൻ പിന്മാറാം. അതിനുള്ള ഒരു ക്രമീകരണം ചെയ്യുന്നിടം വരെ സാവകാശം പറഞ്ഞ് അവളെ വിടുന്നു. പിറ്റേ ദിവസം തന്നെ ബോവസ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നുകൊണ്ട് വിധവകളായ ആ സ്ത്രീകൾക്ക് നീതി നടത്തി കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അതിനുള്ള ക്രമീകരണത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. നമ്മൾ വായിക്കുന്നു, അദ്ദേഹം പട്ടണവാതിൽക്കൽ ചെന്നു. വളരെ വേഗം ആ അടുത്ത ബന്ധുവിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, നീ ഇങ്ങനെ നിന്റെ ബന്ധുവായ നവോമിയുടെ വസ്തുക്കൾ വീണ്ടെടുക്കുവാൻ നീ തയ്യാറാണോ? ആ പട്ടണത്തിലെ ആ പ്രമുഖന്മാരെയും സാക്ഷികളായി അദ്ദേഹം കൂട്ടുന്നു. അപ്പോൾ ആദ്യം ആ ബന്ധു പറഞ്ഞു, ഞാൻ അതിന് തയ്യാറാണ്, വസ്തുക്കൾ വാങ്ങുവാൻ ഞാൻ തയ്യാറാണ്, വീണ്ടെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ രൂത്തിനെ കൂടി നീ വിവാഹം കഴിക്കണമെന്ന് ബോവസ് ആവശ്യപ്പെടുന്നു. കാരണം അവരുടെ വസ്തുക്കൾ നീ വീണ്ടെടുക്കുമ്പോൾ അവരോടുള്ള ബന്ധുവായതുകൊണ്ടാണല്ലോ. അപ്പോൾ അതിനുള്ള ദേവരധർമ്മം നീ നിർവഹിക്കേണ്ടി വരും. അപ്പോൾ ആ മനുഷ്യൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. കാരണം രൂത്തിൽ നിന്ന് തനിക്ക് ഇനി മക്കൾ ജനിച്ചാൽ തൻ്റെ മക്കളുടെ അവകാശം അവരും പറയാൻ സാധ്യതയുണ്ട്, അതോടെ അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പിന്മാറിയപ്പോൾ ബോവസ് അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ബോവസ് എന്ന നീതിമാനായ മനുഷ്യൻ്റെ നീതിബോധം ഇവിടെ വളരെ സ്പഷ്ടമാണ്. അടുത്ത ബന്ധുവിന് അവകാശപ്പെട്ടത് ഞാനായിട്ടെടുക്കില്ല, അവന് വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രം അതും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു കൊള്ളാമെന്ന മനോഭാവമാണ് ബോവസിന് ഇവിടെയുള്ളത്. അതിനുശേഷം നമുക്കറിയാം, ബോവസ് രൂത്തിനെ ഇഷ്ടപ്പെടാനുള്ള 2-3 കാരണങ്ങളുണ്ട്. നമ്മൾ ഇന്നലെയും ചിന്തിച്ചതാണ്. ഒന്ന്, അവൾ വിജാതീയ ആരാധനയിൽ നിന്ന് പുറത്തു വന്ന യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് സത്യദൈവത്തെ അവൾ കണ്ടെത്തിയിരിക്കുന്നു. 2, വിധവയും വാർദ്ധക്യത്തിലുമായിരിക്കുന്ന അമ്മാവിയമ്മയായ നവോമിയെ ഒറ്റയ്ക്കാക്കി ഒരു കുടുംബജീവിതം അന്വേഷിച്ച് പോകുവാൻ അവൾ ഒരിക്കലും തയ്യാറല്ല. 3, അവളുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര താഴ്മയും വിനയവുമാണ്. അഹങ്കാര ചിന്തകളോ അഹങ്കാരപരമായ വർത്തമാനങ്ങളോ ഒന്നും അവളിൽ നിന്നൊരിക്കലും ഉണ്ടാവുന്നില്ല. ബോവസ് അപ്രകാരം ഉള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ രൂത്തിനെ വിവാഹം കഴിക്കുകയും അവർക്ക് ഓബേദ് എന്ന് പറയുന്ന ഒരു മകൻ ജനിക്കുകയും ചെയ്തു. ഈ മകനാണ് ദാവീദിൻ്റെ മകനായ ഈശായുടെ പിതാവായിട്ട് പിന്നീട് മാറുന്നത്. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ ആ വംശാവലിയിൽ ഉൾപ്പെടുവാൻ തക്കവണ്ണം കാരണമായിട്ട് ഇവിടെ തീരുകയാണ്. ദൈവം ഒരു മനുഷ്യനെ മാനിക്കുന്നത് നമുക്കിവിടെ കാണാം. 1 ശമൂവേൽ 2:30 ഇപ്രകാരം വായിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ദൈവത്തിന് മുഖപക്ഷമില്ല. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ജാതിമത ഭേദമന്യേ ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുമെന്നുള്ള വലിയ സത്യം നമ്മൾ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നിരാലം വരെയും ദൈവം എങ്ങനെ കരുതുമെന്ന്, എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുന്നതെന്ന്, എങ്ങനെയാണ് അത്ഭുത വഴികൾ വാതിലുകൾ അവർക്ക് വേണ്ടി ദൈവം തുറക്കുന്നതെന്ന് രൂത്തിൻ്റെ ഈ നവോമിയുടെയും ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ രൂത്തിൻ്റെയും ബോവസിൻ്റെയും കഥ നാമും ക്രിസ്തുവുമായുള്ള ഒരു പുനഃസംഗമത്തിൻ്റെ മനോഹരമായ ചിത്രമായി നാം ഇത് കാണേണ്ടതാണ്. അതായത് പാവാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യവർഗമാണ് രൂത്ത് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അവരുടെ 10-ാം തലമുറക്കാരൻ പോലും, മോവാബിൻ്റെ 10-ാം തലമുറക്കാരൻ പോലും ദൈവസ്ഥലത്തിൽ വരരുത് എന്നുള്ളതായ വലിയ നിയമം നിലനിൽക്കുകയാണ് രൂത്ത് ഇവിടെ പരിഗണിക്കപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഇതുപോലെ ആദാമ്യ പാപനിമിത്തം ദൈവസ്ഥനിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തോടെ സമീപിപ്പിക്കുവാൻ തക്കവണ്ണം ബോവസിനെ പോലെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവിൻ്റെ ആ ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളാണല്ലോ പിതാവിനോടുള്ള ബന്ധത്തിൽ വീണ്ടും നമുക്ക് കടന്നു വരുവാൻ സാധ്യമായത്. അപ്പം നമ്മെ അങ്ങനെ വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിനെ നമ്മുടെ ചാർച്ചക്കാരനാകേണ്ടത് അനിവാര്യമാണ്. ആ ചാർച്ചക്കാരനാകാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് നമ്മെ പോലെ മനുഷ്യ ശരീരം സ്വീകരിച്ചത്. ദൈവത്തിന് വേണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് വേണമെങ്കിൽ മനുഷ്യപാപം ഇത് പരിഹരിക്കാമായിരുന്നു. പക്ഷേ ദൈവം അതിൻ്റെ യഥാവിധി അതെങ്ങനെയാണോ അത് നടക്കേണ്ടത് അതിപ്രകാരം തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത്. അപ്പോൾ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യാവതാരം ചെയ്യുന്നത് അതുകൊണ്ടാണ്. എബ്രായർ 2:17 പൗലോസ്ലീഹ പറയുന്നു, സകലത്തിലും അവിടുത്തെ സഹോദരന്മാരായ നമ്മോടവൻ സദൃശ്യനായി തീർന്നു. സകലത്തിലും അവൻ നമ്മോട് സദൃശ്യനായി തീർന്നു. അവൻ്റെ സഹോദരന്മാരാക്കി മാറ്റുവാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ അടുത്ത ചാർച്ചക്കാരനായി വീണ്ടെടുപ്പുകാരനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ മാറുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ രൂത്തും ബോവസും തമ്മിലുള്ള കൂടിച്ചേരലിനുള്ള പദ്ധതി ആവിഷ്കരിച്ചതും ആ നടപ്പിലാക്കിയതും ദൈവം തന്നെയാണ്. അത് നവോമിയിലൂടെ ദൈവം രൂത്തിനോട് പറഞ്ഞ് ദൈവം അവിടെ പ്രാവർത്തികമാക്കുകയാണ്. അപ്പം നാമും യേശുക്രിസ്തുവുമായുള്ള ആ ബന്ധവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തത് യഹോവയായ ദൈവം തന്നെയാണ്. അതെപ്പോഴാണ്? ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. എഫേസ്യർ 1-4 നമ്മൾ വായിക്കുന്നതാണ്, ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തുവെന്നാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വലിയ തിരഞ്ഞെടുപ്പ് നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് മുഖാന്തരമായി ഭവിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവസ്ഥാനത്തിൽ നമ്മെ തന്നെ രൂത്ത് എങ്ങനെയാണോ ബോവസിന് വിധേയപ്പെട്ടത്, എങ്ങനെയാണോ ബോവസിന് സമർപ്പിച്ചതായതുപോലെ ദൈവസ്ഥാനത്തിൽ നമ്മെ തന്നെ വിശുദ്ധമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം മുന്നമേ നമ്മെ തിരഞ്ഞെടുത്തു. റോമാലേഖനം 11-17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ്ലീഹ അവിടെ പറയുന്നു, നാം എങ്ങനെ ക്രിസ്തുവിനോട് സംയോജിക്കപ്പെട്ടു. അദ്ദേഹം ഒരു ബഡ്ഡിങ്ങിൻ്റെ ഉദാഹരണമായി പറയുന്നുണ്ട്. ഇവിടെ പറയുന്നതാണ്, ഒരു മരത്തിൻ്റെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവായ നിന്നെ കൊണ്ടുവന്ന് അവിടെ ഒട്ടിച്ചു ചേർത്ത് ഒരു മരത്തിൻ്റെ വേരിന് അനുയോജ്യമായ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം നിന്നെ യോഗ്യനാക്കി തീർത്തു. ഒരു ബഡ്ഡിങ്ങിൻ്റെ കാര്യമാണ് പൗലോസ്ലീഹ അവിടെ പറയും. ഇവിടെ ഒലിവ് മരം യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. അവനോട് നമ്മൾ അവരുടെ സ്വാഭാവിക കൊമ്പുകൾ കുറിച്ചുകൂടെ പറയാം. സ്വാഭാവിക കൊമ്പുകൾ പഴയ നിയമ ഇസ്രായേലായിരുന്നു എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ആ കൊമ്പുകളിൽ ചിലത് ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവായ നിന്നെ ഈ ഒരു മരവുമായി ബന്ധമില്ലാതിരുന്ന നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു ചേർത്തു, ബഡ് ചെയ്ത് ചേർത്തു. എന്തിനാ? ഒലിവ് മരത്തിൻ്റെ വേരിന് അനുയോജ്യമായ ഫലം കായ്ക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടത്. നമുക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, കാട്ടൊലിവിൻ്റെ സ്ഥാനത്തായിരുന്നവരാണ്. സ്വാഭാവിക പോലെ ഒടിച്ചു കളയാനുള്ള കാരണം പറഞ്ഞു, സ്വന്തമായതിലേക്ക് അവൻ വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ടാണ് അവരെ ഒടിച്ചു കളയേണ്ടി വന്നത്. എന്നിട്ട് കാട്ടൊലിവായി നമ്മെ ഒട്ടിച്ചേർത്ത് പൗലോസ് ഒരു കാര്യം കൂടി പറയുന്നു, അതുകൊണ്ട് നീ ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ദൈവം ആദരിക്കാതെ വന്നേക്കാം. അപ്പം അതുകൊണ്ട് താഴ്മയോടും വിനയത്തോടും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ചെയ്ത രക്ഷാകരമായ പ്രവർത്തനങ്ങളെ ധ്യാനിക്കുവാൻ ഈ രൂത്തിൻ്റെയും ബോവസിൻ്റെയും സംഭവം ഈ ആഴ്ച നമ്മെ സഹായിക്കണം. പ്രത്യേകിച്ച് ആഴ്ചയിലേക്ക് വിടാനുപോയ ആഴ്ചയിലെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ രൂത്തിൻ്റെ പുസ്തകവും ആ ബോവസും തമ്മിലുള്ള കൂടിക്കാഴ്ച, അവർ തമ്മിലുള്ള സംഗമം നാമും ക്രിസ്തുവുമായുള്ള സംഗമമായി കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തിയിലേക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം ആയതിന് അനുഗ്രഹിക്കുമാറാകട്ടെ.